കുറച്ചു മുമ്പ് 3 മക്കളുടെ ഉമ്മ, ഒരു സഹോദരി, അവർ വിളിച്ചിരുന്നു. അപ്പൊ അവരുടെ ഒരു പ്രശ്നം, അവരവരുടെ വേദന പങ്കുവെക്കുകയാണ്. എനിക്ക് 3 കുട്ടികളാണ്. പുതിയാപ്പിളക്ക് നല്ലൊരു ബിസിനസ് ഉണ്ട്, സാമ്പത്തികമായിട്ടൊക്കെ നല്ല മെച്ചപ്പെട്ട അവസ്ഥയിലാണ്. പക്ഷെ കുടുംബത്തിന്റെ കാര്യം മൂപ്പര് തീരെ ശ്രദ്ധിക്കാറില്ല. എനിക്കും എൻ്റെ മക്കൾക്കുള്ള ചെലവ് മര്യാദക്ക് തരൂല. നാട്ടുകാരുടെ കാര്യത്തിലൊക്കെ ഉഷാറാണ് അല്ലെ. പള്ളിന്റെ ഒരു പിരിവുണ്ട് എന്ന് പറഞ്ഞാല് മൂപ്പര് വാരിക്കോരി എടുത്തു കൊടുക്കും. നാട്ടുകാരുടെ ഒരു കല്യാണം ഉണ്ടെങ്കിൽ അവിടെ മൂപ്പര് സജീവാണ്. പക്ഷെ പെണ്ണുങ്ങളുടെയും കുട്ടികളുടെയും കാര്യത്തിൽ മൂപ്പര് തീരെ ശ്രദ്ധിക്കുന്നില്ല. ചോദിച്ചാൽ തന്നെ വല്ലാതെ പിശുക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ തരും. ഈ 3 കുട്ടികളുടെ ഫീസ് ഞാൻ അടക്കണം, അവരെ സ്കൂൾ വണ്ടിന്റെ പൈസ ഞാൻ കൊടുക്കണം, പിന്നെ ആഴ്ചയിൽ ഒരിക്കലും ഒരു മീനോ ഇറച്ചിയും വാങ്ങണമെങ്കിൽ അതിനുള്ള പൈസ ഞാൻ കണ്ടെത്തണം. അപ്പൊ ഇതൊക്കെ ഇപ്പൊ ഞാൻ എവിടുന്നാണ് ഉണ്ടാക്കുക? അപ്പൊ ആ സഹോദരിക്ക് അറിയേണ്ട കാര്യം, എന്റെ പുതിയാപ്പിള അറിയാതെ അവരുടെ പൈസ എനിക്ക് എടുക്കാൻ പറ്റുമോ? അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് സത്യമാണ് എങ്കിൽ, അതാണ് യാഥാർത്ഥ്യമെങ്കിൽ, അവരറിയാതെ നിങ്ങൾക്ക് അവരുടെ പണം എടുക്കുന്നതിൽ, നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കുമുള്ള ചെലവിനുള്ള തുക എടുക്കുന്നതിൽ ഒരു പ്രശ്നമില്ല. ഇത് ഞാൻ ആദ്യം പറഞ്ഞൊരു ഫത്വയല്ല. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ഹിന്ദ് ബിൻത് ഉത്ബ റളിയല്ലാഹു അൻഹ വന്നു. അബൂ സുഫിയാന്റെ ഭാര്യയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പരാതി പറയാണ്, യാ റസൂലല്ലാഹ്, ഇന്ന അബാ സുഫിയാൻ റജുലുൻ ഷഹീഹ്. അബൂ സുഫിയാൻ ഒരു പിശുക്കനാണ്, എനിക്കും എന്റെ കുട്ടികൾക്കുള്ള ചെലവിനുള്ള തുക എനിക്ക് കിട്ടുന്നില്ല. അപ്പൊ അബൂ സുഫിയാൻ അറിയാതെ എനിക്ക് അബൂ സുഫിയാന്റെ പൈസ എടുക്കാൻ പറ്റുമോ? അതാണ് ഹിന്ദിന് അറിയേണ്ടത്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാന്യമായ നിലക്ക് നിനക്കും നിന്റെ കുട്ടികൾക്കും ജീവിക്കാനുള്ള തുക അബൂ സുഫിയാൻ അറിയാതെ തന്നെ നിനക്ക് എന്ത് ചെയ്യാം, എടുക്കാന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ കുടുംബമായിട്ട് കഴിയുമ്പോൾ നമുക്ക് കുറെ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടല്ലോ. ഭർത്താവ് നിർവഹിക്കേണ്ട ഉത്തരവാദിത്തം ഭർത്താവ് നിർവഹിച്ചിട്ടില്ല എങ്കിൽ, ഭാര്യ നിർവഹിക്കേണ്ട ഉത്തരവാദിത്തങ്ങളും കടമകളും ബാധ്യതകളും അവർ മര്യാദക്ക് നിർവഹിച്ചിട്ടില്ല എങ്കിൽ ആ കുടുംബം നല്ല നിലക്ക് മുന്നോട്ട് പോകൂല. ഓരോരുത്തരെയും അള്ളാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തം നമ്മൾ കൃത്യമായിട്ട് പാലിക്കണം. മര്യാദക്ക് അത് കൊണ്ട് നടക്കാൻ നമുക്ക് കഴിയണം. ഇപ്പോ വിവാഹത്തെ പറ്റിയിട്ട് പറയുന്നിടത്ത് ഖുർആൻ പറഞ്ഞത്, ആ കരാറ് മീസാഖൻ ഗലീദ, നല്ല ബലമുള്ള, നല്ല കനമുള്ള, ശക്തമായ ഒരു കരാറാണെന്നാ പറഞ്ഞത്. ആ കരാർ നമ്മൾ ഏറ്റെടുത്തു. എന്നിട്ട് ആ കരാറിൽ നമ്മൾ വഞ്ചന കാണിക്കുന്നു എങ്കിൽ ഇത് മിനഖാന. മുനാഫിക്കിനെ പറ്റിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഓന് വിശ്വസിച്ചാൽ ഓൻ ചതിക്കും, വാക്ക് പറഞ്ഞാൽ ഓനത് ലംഘിക്കും. ആ മുനാഫിക്കുകളുടെ നിലവാരത്തിലേക്ക് നമ്മൾ താഴ്ന്നു പോകാൻ പാടില്ല. ശരിക്ക് നമ്മൾ നമ്മുടെ കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കുന്നതിൽ കൂലിയുണ്ട് എന്ന് നമ്മൾ എപ്പോഴെങ്കിലും ആലോചിക്കാറുണ്ട്. നമ്മൾ പുറേക്ക് വൈകുന്നേരം തിരിച്ചു പോകുമ്പോൾ ഒരു 100 റുപ്യക്ക് മീൻ വാങ്ങിയിട്ട് പോകുമ്പോ ഇതിനെനിക്ക് കൂലിയുണ്ട് എന്ന് നമ്മൾ ആലോചിക്കാറുണ്ട്. നമ്മുടെ ഭാര്യയുടെ വായിലേക്ക് വെച്ചു കൊടുക്കുന്ന ഒരു ഉരുളക്ക് പുണ്യമുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ദീനാറുൻ അൻഫഖ്തഹു ഫീ സബീലില്ലാഹ്. ഒരാൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ ഒരു ദീനാർ ചെലവഴിച്ചു. വദീനാറുൻ അൻഫഖ്തഹു ഫീ റഖബത്തിൻ. ഒരാൾ അടിമയെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ദീനാർ ചെലവഴിച്ചു. വദീനാറുൻ തസദ്ദഖ്ത ബിഹി അലാ മിസ്കീൻ. ഒരു മിസ്കീന് വേണ്ടിയിട്ട് ഒരാൾ ഒരു ദീനാർ ചെലവഴിച്ചു. വദീനാറുൻ അൻഫഖ്തഹു അലാ അഹ്ലിക്. നിന്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് നീ ഒരു ദീനാർ ചെലവഴിച്ചു. അഅ്ളമുഹാ അജ്റ. ഈ പറഞ്ഞ ദീനാറുകളുടെ ഒക്കെ കൂട്ടത്തിൽ ഏറ്റവും കൂലിയുള്ളത് അല്ലദീ അൻഫഖ്തഹു അലാ അഹ്ലിക്. നിന്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് നീ ചെലവഴിച്ചിട്ടുള്ള ഒരു ദീനാറാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ അധ്വാനിച്ച് നമ്മളെ പുരയിലുള്ള ആൾക്കാർക്ക് തിന്നാൻ കൊടുക്കുമ്പോ, അവർക്ക് ഭക്ഷണം വാങ്ങി കൊടുക്കുമ്പോ അതിന് കൂലിയുണ്ട്. നമ്മളെ മക്കളെ പഠിപ്പിക്കുമ്പോ ഫീസ് കൊടുക്കുമ്പോ അതിന് കൂലിയുണ്ട്. നമ്മുടെ നിയ്യത്ത് നല്ലതാണ് എങ്കിൽ അതിനൊക്കെ പ്രതിഫലമുണ്ട് എന്ന് ചിന്തിച്ചിട്ട് അത് ചെയ്യുന്ന എത്ര ആൾക്കാർ നമ്മളെ കൂട്ടത്തിൽ ഉണ്ടാകും. അപ്പൊ അത് അതിന്റെ ഒരു മഹത്വവും വലിപ്പവും അറിയാത്തത് കൊണ്ടാണ് ഈ വിഷയത്തിലൊക്കെ നമ്മൾ വല്ലാതെ പിശുക്കുന്നത്. അപ്പൊ ആ ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണണം.
നമ്മളെ വിശ്വസിച്ച് നമ്മുടെ കൂടെ ഇറങ്ങിപ്പോന്ന ഒരു പെണ്ണിനെ നമ്മൾ ഒരിക്കലും വേദനിപ്പിക്കാൻ പാടില്ല. നമ്മുടെ അടുക്കൽ നിന്ന് കിട്ടേണ്ട അവകാശങ്ങൾ അവർക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ അത് പിന്നെ എവിടുന്നാ കിട്ടുക? നമ്മളെ അടുത്ത് നിന്ന് കിട്ടേണ്ട സന്തോഷവും സമാധാനവും ഒരു പെണ്ണിന് നമ്മുടെ അടുത്ത് നിന്ന് കിട്ടിയിട്ടില്ല എങ്കിൽ പിന്നെ ഓളത് ആരെടുത്തു നിന്നാണ് പ്രതീക്ഷിക്കേണ്ടത്? രണ്ട് ഹദീസുകൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒന്നാമത്തെ ഹദീസ് പുതിയാപ്പളാരൊക്കെ ശ്രദ്ധിക്കേണ്ട ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അക്മലുൽ മുഅ്മിനീന ഈമാന അഹ്സനുഹും ഖുലുഖാ. ഈമാനുള്ളവരുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവരെന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല സ്വഭാവമുള്ളവരാണ്. വഖിയാറുക്കും ഖിയാറുക്കും ലിനിസാഇഹിം. നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവർ അവരുടെ സ്ത്രീകളോട് ഏറ്റവും നല്ല നിലക്ക് പെരുമാറുന്നവരാണ്. ഇതാണ് ഒരു ഹദീസ്. രണ്ടാമത്തെ ഹദീസ് പെണ്ണുങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ട ഹദീസാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യസ്ലുഹു ലിബശരിൻ അൻ യസ്ജുദ ലിബശരിൻ. ഒരു മനുഷ്യന് വേറൊരു മനുഷ്യന് വേണ്ടിയിട്ട് സുജൂദ് ചെയ്യാൻ പറ്റൂല. വലൗ സലഹ ലിബശരിൻ അൻ യസ്ജുദ ലിബശരിൻ. ഒരു മനുഷ്യന് വേണ്ടിയിട്ട് വേറൊരു മനുഷ്യന് സുജൂദ് ചെയ്യാൻ പറ്റുമായിരുന്നുവെങ്കിൽ ലഅമർതുൽ മർഅത അൻ തസ്ജുദ ലിസൗജിഹാ. ഒരു പെണ്ണിനോട് ഓളെ ഭർത്താവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നു എന്നാണ്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ പരസ്പരം അറിഞ്ഞ് ഓരോരുത്തർക്കും ഇസ്ലാം നൽകിയ സ്ഥാനം എന്താണ്, വില എന്താണെന്ന് മനസ്സിലാക്കി ആദരിച്ചും സ്നേഹിച്ചും മുന്നോട്ട് പോകാൻ നമുക്ക് പറ്റണം. ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള കണക്ഷന്റെ ആഴെത്രയെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവും. ഒരാൾ മരിച്ചു, അയാളെ മയ്യിത്ത് കുളിപ്പിക്കാൻ, ഒരു പുരുഷനാണ് മരിച്ചത് എങ്കിൽ അയാളുടെ മയ്യിത്ത് കുളിപ്പിക്കാൻ അനുവാദമുള്ള ഒരേ ഒരു പെണ്ണേ ഉള്ളൂ. ഒന്ന് അടിമ സ്ത്രീയാണ്, അത് വേറെ. രണ്ടാമത്തത് അയാളുടെ ജീവിത പങ്കാളിയാണ്, ഭാര്യയാണ്. ഭാര്യക്കല്ലാതെ വേറൊരു പെണ്ണിന് അയാളുടെ മയ്യിത്ത് കുളിപ്പിക്കാൻ പറ്റൂല. ഉമ്മാക്ക് പോലും കുളിപ്പിക്കാൻ പറ്റൂല. ഒരു പെണ്ണ് മരിച്ചു, ആ പെണ്ണിന്റെ മയ്യിത്ത് കുളിപ്പിക്കാൻ അനുവാദമുള്ള ഒരേ ഒരു പുരുഷൻ ആ പെണ്ണിന്റെ ഭർത്താവാണ്. ബാപ്പാക്ക് കുളിപ്പിക്കാൻ അനുവാദമില്ല, മക്കൾക്ക് കുളിപ്പിക്കാൻ അനുവാദമില്ല. ആണുങ്ങളുടെ കൂട്ടത്തിൽ ആ പെണ്ണിനെ കുളിപ്പിക്കാൻ അനുവാദമുള്ള ഒരേ ഒരാള് ഭർത്താവ് മാത്രമാണ്. അപ്പൊ അതാണ് ഒരു ഭാര്യ ഭർത്താവ് എന്നൊക്കെ പറഞ്ഞാലുള്ള കണക്ഷൻ. അപ്പൊ അവരെ നമ്മൾ ഒരിക്കലും വേദനിപ്പിക്കാൻ പാടില്ല, അവരെ ഒറ്റപ്പെടുത്താൻ പാടില്ല. നമ്മളെ വിശ്വസിച്ച് നമ്മുടെ കൂടെ പോകുന്നവർക്ക് നമ്മുടെ അടുത്ത് നിന്ന് കിട്ടേണ്ട അവകാശങ്ങളും ബാധ്യതകളും കടമകളും മര്യാദക്ക് കിട്ടുന്നുണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തുകയും ചെയ്യുക. അല്ല എങ്കിൽ നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ വിരല് കടിക്കേണ്ടി വരും, സങ്കടപ്പെടേണ്ടി വരും. അവിടെ നിന്ന് സങ്കടപ്പെട്ടതുകൊണ്ടും ദുഃഖിച്ചതുകൊണ്ടും കാര്യമില്ല. ഇവിടെ നിന്ന് തന്നെ എല്ലാം ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകാൻ നമുക്ക് പറ്റണം. അള്ളാഹു നമ്മളെല്ലാവരെയും അതിന് സഹായിക്കട്ടെ. നമ്മുടെ വീഴ്ചകൾ അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ.